ആ റേഞ്ച് ഇല്ലായിരിക്കും അല്ലേ? കേൾക്കാമോ? ആ ആ, റൂമിനകത്ത് കിട്ടുന്നില്ല. ഒരു കാര്യം ചെയ്യ്, വീഡിയോ ഒന്ന് ഓഫ് ചെയ്തേക്ക്. കേക്ക് അപ്പൊ പിന്നെ അല്ല, കുഴപ്പമില്ല. കുഴപ്പമില്ല. കേൾക്കാമോ പറയുന്നത്? ആ കേക്കാം എനിക്ക് കേക്കാം. ഓഡിബിൾ ആണ്. ആ എനിക്ക് ഓഡിബിൾ ആണ്. ആ, ഓക്കെ ഓക്കെ. സോ ഹൗ വാസ് യുവർ വീക്കെൻഡ്? ആ, സെയിം. എന്തായിരുന്നു പരിപാടി? ഹിയർ ഹാവ് നോ. ഇവിടെ പ്രത്യേകിച്ച് പരിപാടിയില്ല, എല്ലാം ഒരേ പോലത്തെ ദിവസങ്ങളാ. ഓക്കെ, ശരി ശരി. സോ നോട്ട്സ് ഒക്കെ എന്തെങ്കിലും ഷെയർ ചെയ്തായിരുന്നോ? ഞാൻ ലാസ്റ്റത്തെ മാത്രം ഷെയർ ചെയ്തില്ലെന്ന് തോന്നുന്നു. ഞാൻ അത് ആ ഇന്നിട്ടേക്കാം. ആ, ശരി ശരി. നമ്മളെവിടം വരെ നമ്മളെവിടം വരെ ആയിരുന്നു നോക്കി? ഓർമ്മയുണ്ടോ? ദോസും പിന്നെ ദോസൊക്കെ കഴിഞ്ഞു. വിച്ചും വോട്ടും വെന്നും വയ്യൊക്കെ കഴിഞ്ഞില്ലേ? ഞാൻ ആ, നോക്കട്ടെ. അതൊക്കെ കഴിഞ്ഞിട്ടല്ലേ ഹൂസ് ഹൂമൊക്കെ ആ അല്ലേ? ഹൂസ് ഹും അല്ലേ? ഹൂ, ഹോസ്, ആ, ഹും. അതെ അതെ. ആ ആ, അതെ അത് അതെ. കഴിഞ്ഞിട്ട് ഈ ടേബിൾ ഡിസ്കസ് ചെയ്തിട്ടില്ലല്ലോ? ഇല്ല. ഇല്ല ഇല്ല, ചെയ്തില്ല. ആ അപ്പൊ ഹൂസ്, ഹും. ആ, ആരെയാണ് ഫെബിൻ കണ്ടത്? ഇംഗ്ലീഷിൽ എങ്ങനെ പറയും? ആ, ഹു യു സി. ഏ ആരെയാണ് ഫെബിൻ കണ്ടത് ഇന്നലെ പാർക്കിൽ വെച്ച്? ഹൂം ഡിഡ് യു സീ ഇൻ പാർക്ക്? ഇതിപ്പോ നോക്കിയതല്ലേ ഇവിടെ? അതെ, പെട്ടെന്ന് കിട്ടിയില്ല. ആ ലാസ്റ്റ് എല്ലാം പഠിച്ചു കേട്ട് ഹൂ വെച്ച് മാത്രം പറയരുത്. ഹും എന്ന് പറയുമ്പോ ആരെയാണ്, ആർക്കാണ്. അതാണ് ഞാൻ പറഞ്ഞത് എഴുതണം എന്ന്. ഓക്കെ. ആ, ഓക്കെ ഓക്കെ. ഓക്കെ, ശരി ശരി. ഇനി ഉം, അത് പഠിക്കുമ്പോ നമ്മൾ നോക്കേണ്ട ഒരു ഇതാണ് ഹും അല്ലെങ്കിൽ ഹോസ്റ്റ് പഠിക്കുമ്പോ ഇപ്പം ഐ എന്ന് പറയുമ്പോ ഐയുടെ അർത്ഥം എന്താ? ഞാൻ ആ ഏഹ്, നമുക്ക് തന്നെ വേറെ ഫോമാറ്റോ വേറൊരു രീതിയിൽ പറയാലോ. മീ എന്ന് പറയുമ്പം എന്നെ, എനിക്ക്, ആ ഒരു അർത്ഥമൊക്കെ വരും ഇല്ലേ? അതെ അതെ. അപ്പൊ അതുപോലെ അവൻ, അവൾ, അത്, നീ, ഞങ്ങൾ എന്നൊക്കെ പറയുമ്പോ അതിന് രണ്ട് രീതിയിൽ നമുക്ക് ഒരാളെ പറയാൻ പറ്റും. ഞാൻ ഒരു എക്സാമ്പിൾ വെച്ച് പറയാം. ഐ ആം ആരഭി. ഞാൻ ആരഭി ആണ്. ഓക്കെ. എനിക്ക് കുറച്ച് ഫുഡ് തരൂ. ഗീവ് മീ സം ഫുഡ്. ഓക്കെ. എന്നെ വിളിക്കൂ. ഇത് ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ. ആ, എന്നെ വിളിക്കൂ. ഓക്കെ ഓക്കെ. കോൾ മീ. അപ്പൊ കോൾ മീ. അതുപോലെ ആ ഹി, ഇവനെ വെച്ച് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഹി ഇസ്, ഒരു പേര് പറഞ്ഞു. ഈസ് രാഹുൽ. ഹി ഇസ്, രാഹുൽ ഹി ഇസ് രാഹുൽ. അവന് കുറച്ച് ആഹാരം കൊടുക്കൂ എന്ന് ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം? ഗീവ് സം ഫുഡ് ടു രാഹുൽ. ഗീവ് സം ഫുഡ് ടു രാഹുൽ എന്നും പറയാം, അല്ലെങ്കിൽ ഗീവ് ഹിം സം ഫുഡ്. ഗീവ് ഹി എന്ന് നമ്മൾ ഗീവ്. പറയത്തില്ലല്ലോ. ഗീവ് ഹിം. ഈ ഞാൻ റൗണ്ട് ചെയ്യുന്ന കണ്ടില്ല. ഹി ഗീവ് ഹിം സം ഫുഡ്. അവനെ വിളിക്കൂ എന്ന് ഇംഗ്ലീഷിൽ എങ്ങനെ പറയും? കോൾ ഹിം. യെസ്. അതുപോലെ ഷീനെ വെച്ചൊന്ന് പറഞ്ഞേ. ഷീ ഇസ്, ഒരു പേര് പറയാം. ഷീസ് മെറിൻ. ഷീ ഇസ് മെറിൻ. ഇനി അവൾക്ക് കുറച്ച് ആ, വെള്ളം കൊടുക്കൂ. ഗീവ് സം വാട്ടർ ടു ഹെർ. ഗീവ് സം വാട്ടർ ടു ഹെർ എന്ന് പറയാം. ഇങ്ങനെയും പറയാം. ഗീവ് ഹർ സം വാട്ടർ. ഗീവ് ഹർ സം വാട്ടർ. ഓക്കെ. ആ അവളെ വിളിക്കൂ. അത് ഇംഗ്ലീഷിൽ എങ്ങനെ പറയും? കോൾ ഹെർ. യെസ്. ഇനി അതുപോലെ ഇറ്റ്. ഇറ്റ് എന്ന് പറയുമ്പം നമ്മൾ ഏതെങ്കിലും വസ്തുക്കൾക്കോ അല്ലെങ്കിൽ മൃഗങ്ങൾക്കൊക്കെയാ, മനുഷ്യർക്കല്ല. ഓക്കെ. അപ്പോ ഇറ്റ് ഈസ് എ ഡോഗ്. അതൊരു പട്ടിയാണ്. പട്ടിക്ക് ഇത്തിരി വെള്ളം കൊടുക്കും എന്ന് ഇംഗ്ലീഷിൽ എങ്ങനെ പറയും? അല്ലെങ്കിൽ പൂച്ചയ്ക്ക് ഇത്തിരി വെള്ളം കൊടുക്കും? ഗീവ് ഇറ്റ് സം വാട്ടർ. വെരി ഗുഡ്. ഈ മീക്ക് പകരം ഹിമ്മും, ഹെറും, ഇറ്റും, യുവും, അസും, ദെമ്മും എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി.
ഓക്കെ, ഗിവ് ഇറ്റ് സം ഓക്കെ. വാട്ടർ. കോൾ ഇറ്റ്, കോൾ ഇറ്റ്, പട്ടിയുടെ പേര് അല്ലെങ്കിൽ പൂച്ചയുടെ പേര് അങ്ങനെ. ഇനി അടുത്തത് യു. യുടെ അർത്ഥം എന്താ? യു ആർ ഫെബിൻ. നിങ്ങൾ. നിങ്ങൾ, യു ഓക്കെ. ആർ ഫെബിൻ. ഐ വിൽ ഗീവ് യു സം ഫുഡ്. ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഭക്ഷണം തരാം. ഐ വിൽ, ഇപ്പൊ ഫെബിൻ വേറെ ആരോടെങ്കിലും പറയാണ് ഞാൻ നിങ്ങൾക്ക് ഇത്തിരി പൈസ തരാം, അത് ഇംഗ്ലീഷിൽ എങ്ങനെ പറയും? ഞാൻ നിങ്ങൾക്ക് ഇത്തിരി പൈസ തരാം. ഞാൻ കൊടുക്കുന്നാണോ അതോ ആ, ഫെബിൻ, എങ്ങനെ? ഫെബിൻ ഇങ്ങനെ മറ്റൊരാളോട് പറയാണ് ഞാൻ നിങ്ങൾക്ക് കുറച്ച് പൈസ തരാം എന്ന് അയാളോട് പറയുകയാണ്. ഇപ്പൊ എന്നോട് പറയാണ്. ഐ വിൽ ഗിവ് യു സം മണി. അങ്ങനെയാണല്ലോ പറയുന്നത്. അതെ. ആ, അപ്പൊ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഐ വിൽ ഗീവ് യു സം മണി. കോൾ, അതെ. ഐ വിൽ കോൾ യു. ഞാൻ നിന്നെ വിളിക്കാം, കോൾ. ഇംഗ്ലീഷിൽ എങ്ങനെ? ആ, ഐ വിൽ. ഐ വിൽ കോൾ യു. അത്രേ ഉള്ളൂ. അപ്പൊ ഈ ഫോമാറ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മൂന്ന് ഇതാക്കി ഇട്ടിരിക്കുന്നത്. ഓക്കെ, അടുത്തത് വി. നമ്മൾ ഫ്രണ്ട്സ് ആണ്, അത് ഇംഗ്ലീഷിൽ എങ്ങനെ പറയും? വി ആർ ഫ്രണ്ട്സ്. ആ, ഞങ്ങൾക്ക് കുറച്ച് ഏം, ഞങ്ങൾക്ക് കുറച്ച് പ്രൈവസി തരൂ, അതെങ്ങനെ പറയും? വി വാണ്ട് സം പ്രൈവസി. ആ, വി വോണ്ട് സം ഞങ്ങൾക്ക് കുറച്ച് പ്രൈവസി തരൂ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അത് ഓക്കെ. തരൂന്നല്ലേ? ആ, തരുവോന്നല്ല, തരൂന്ന്. ഞങ്ങൾക്ക് കുറച്ച് പ്രൈവസി തരൂ. ഈ ഫുഡിന് പകരം പ്രൈവസി എന്നിട്ട്. ഗീവ്. ആ ഓക്കെ. ഗീവ്. ആ സിമ്പിൾ ആണ്. ആ ഞങ്ങൾക്കല്ലേ? അതെ. ഗീവ് മീ സം പ്രൈവസി. ഗീവ് us സം പ്രൈവസി. വെരി ഗുഡ്. അവിടെ നമ്മൾ ഗീവ് ബി എന്ന് പറയത്തില്ല, ഗീവ് അസ് എന്നേ പറയത്തുള്ളൂ. ഗീവ് അസ് സം പ്രൈവസി. ഓക്കെ, പ്രൈവസി. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. ഞങ്ങളെ യെസ്. വിളിക്കൂ. ഉണ്ട് ഉണ്ട് ഉണ്ട്. ഞങ്ങളെ വിളിക്കൂ. കോൾ us. കോൾ അസ്. അതെ. അടുത്തത് അവർ ഫ്രണ്ട്സ് ആണ്. അവർ ഫ്രണ്ട്സ് ആണ്. They are friends. ആ, അവർക്ക് കുറച്ച് ഡ്രിങ്ക്സ് കൊടുക്കൂ. Give them some drinks. ആ, അവരെ വിളിക്കൂ. Call them. ആ, അടുത്തത് അരുൺ. ഞാൻ അരുണാണ്, അല്ലെങ്കിൽ അത് അരുണാണ്, Arun. അല്ലെങ്കിൽ അവൻ അരുണാണ്. Arun ആണോ? ആ He is Arun. അവന് ഫുഡ് കൊടുക്കും. ഫുഡല്ല, ഫുഡ്. Mm, give give to some food. ആണോ? ഗീവ്, ഗീവ്, Give to some. Give to some food. ഗീവ് കറക്റ്റ് ടു ആണോ? അല്ലല്ലോ. നമ്മൾ ആ മീക്ക് പകരം അരുൺ ഇട്ടാ പോരെ. ഗീവ് അരുൺ സം ഫുഡ് അല്ലേ? Give. അതെ. എന്ത് പറ്റി? മറന്നു പോകുന്നുണ്ടോ, അതോ മനസ്സിലാകുന്നില്ല? അല്ലല്ല. പെട്ടെന്ന് ചില കൺഫ്യൂഷൻസ് വരുന്നു. ആ, അപ്പൊ അതൊന്ന് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കണം. ആ, ഈ ഫുഡിന് പകരം വേറെ എന്തെങ്കിലും ഡ്രിങ്കോ, അല്ലെങ്കിൽ ഗീവ് ഹിം സം ക്ലോത്ത്സ്, ഡ്രസ്സ് കൊടുക്കുകയോ, അല്ലെങ്കിൽ ഗീവ് ഹിം സം മണി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേർഡ്സ് ഉം. വെച്ച് ഇങ്ങനെ ഇങ്ങനെ എല്ലാവരുടെയും എഴുതി നോക്കുമ്പോ നമുക്ക് ഹുമ്മും ഹോസ് ഒക്കെ വരുമ്പോ കൺഫ്യൂഷൻ വരത്തില്ല. ഈ ആർക്ക് ഓക്കെ. ആരെന്നൊക്കെ പറയാനായിട്ടാണ് ഈ രണ്ടാമത്തെ ഇതും മൂന്നാമത്തെ ഇതും എടുക്കേണ്ടത്. മനസ്സിലായോ? ഓക്കെ. ഓക്കെ. എനിക്ക്, അവന്, അവൾക്ക്, അത് നമ്മൾ പറത്തില്ലേ, മീ, ഹിം, ഹെർ, അത്. ഓക്കെ, ഓക്കെ. അതൊക്കെ ഓക്കെ. ഓക്കെ. പറയാനായിട്ടാണ് നമ്മൾ ഹും ഹോസ് പറയുമ്പോ ഈ രണ്ടാമത്തെ ലെയർ ആണ്, രണ്ടാമത്തെ ആ ഒരു ഇതാണ് നോക്കേണ്ടത്. ഓക്കെ, രണ്ടാമത്തെ ഓക്കെ. പാർട്ടാണ് നോക്കേണ്ടത്. ഓക്കെ, അരുണിനെ വിളിക്കൂ, അത് ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം? കോൾ ഹിം. കോൾ അരുൺ. കോൾ അരുണ. ആ ഹിമ്മ് വരുന്നത് നമ്മൾ ഹീ പറയുമ്പോഴത്തേക്കാ, രണ്ടാമത്തേത്. ഓക്കെ. ഓക്കെ, അടുത്തത്
അപ്പൊ ഇത്രയും പഠിപ്പിച്ചത് മനസ്സിലായോ? ആ മനസ്സിലായി. ആ, എങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കാം. ആ, അത് ആരുടെ ബൈക്കാണ്? ഉം. ഹൂസ് ബൈക്ക് ഈസ് ദാറ്റ്? അല്ലെ? ആ, കറക്റ്റ് ആണ്, കറക്റ്റ് ആണ്. യെസ്, ദാറ്റ്സ് റൈറ്റ്. ഫെബിൻ ആരോടാണ് സംസാരിക്കുന്നത്? ഫെബിൻ ആരോടാണ് സംസാരിക്കുന്നതോ? ആ, ഇപ്പൊ ആരോടാ സംസാരിക്കുന്നത്? ഹൂ ഈസ് ടു? ആ, ആരോടാണ് സംസാരിക്കുന്നത്? സംസാരിക്കുക നമുക്ക് ടോക്ക് പറയാം, അല്ലെങ്കിൽ സ്പീക്ക്, ടോക്കോ എന്തെങ്കിലും പറയാം. ആരോടാണ്? ഹൂ ഈസ് ടോക്കിംഗ്? അങ്ങനാണോ? ഹും ഹും ഡു യു ടോക്ക് ടു? ആരോടാണ്? ഹും ഡു യു സ്പീക്ക് ടു? അങ്ങനെയൊക്കെ നമുക്ക് ചോദിക്കാം. ഇത് കണ്ടോ? ഹും ഡിഡ് യു ഗിവ് ദ മണി? ഹും ഡു യു സീ ഇൻ ദ പാർക്ക്? ആരെയാണ് ഹും കണ്ടത്? ഹും എന്ന് പറഞ്ഞ ആരോട്? ആരോടൊക്കെ അങ്ങനല്ലേ ഹും? ആ, ആരോടാണ് സംസാരിക്കുന്നത്? ആരെ? ഇത് കണ്ടോ? ഹും എന്ന് പറയുമ്പോ ആർക്ക്, ആരെ. ആ, ഹോസ് എന്ന് പറയുമ്പോ ആരുടെ. അപ്പോ ആരുടെ? ആ ഓക്കെ. ഫെബിന് ആരുടെ വെച്ച് കുഴപ്പമില്ല. ഹോസ് വെച്ച് പറയുമ്പോ ഫെബിന് ക്ലിയർ ആവുന്നുണ്ട്. ഹുമ്മ കുറച്ച് പ്രാക്ടീസ് ചെയ്താൽ മതി. ഓക്കെ. ഓക്കെ ഓക്കെ. ആ, നാളെ ഞാൻ കുറച്ചുകൂടെ സെന്റൻസുകൾ ചോദിക്കാം. ഓക്കെ. ഇനി ആ സ്പീക്കിംഗ് ടാസ്ക് ഓക്കെ. നോക്കാം. ഹാവ് യു പ്രിപ്പയർഡ് എനി ടോപ്പിക് ഫോർ ടുഡേ? ടുഡേ talk about money. ആ, ഇറ്റ്സ് എ വെരി വാസ്റ്റ് ടോപ്പിക് അല്ലേ? കുറെ പറയാം. Yes. ആ, സ്റ്റാർട്ട് സ്പീക്കിംഗ്. ഞാൻ പ്രിപ്പയർ ചെയ്തില്ല, അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ മതിയല്ലോ. ആ, മതി മതി മതി. ഫെബിൻ സെലക്ട് ചെയ്യുന്ന ടോപ്പിക്സ് എല്ലാം പെട്ടെന്ന് പറയാൻ പറ്റുന്ന ടോപ്പിക്സുകളാണ്. ആ, ഓക്കെ. Money is very important to us. ഇറ്റ് ഇസ് If ഇമ്പോർട്ടന്റ് how, ടു us. കറക്റ്റ് ആണ് if സെന്റൻസ്. okay, if we have money, or if I have money, lot of money, I can live like what I am doing. യു ക്യാൻ ലീവ് ലൈക്ക് Live like what good life. യു ഇഫ് യു ഹാവ് മണി യു ക്യാൻ യു വിൽ ഗെറ്റ് എ ഗുഡ് ലൈഫ്, അല്ലെങ്കിൽ യു ക്യാൻ ലീവ് എ ഗുഡ് ലൈഫ്. ആ, നമുക്ക് ജീവിക്കാം ഒരു Okay. നല്ല ജീവിതം. ആ, യു ക്യാൻ ലീവ് എ ഗുഡ് ലൈഫ്. Okay. If I have money, I can give charities, ആ, and യു ക്യാൻ ഗീവ് ഇറ്റ് ടു ചാരിറ്റീസ്. I can take care of my parents. Then I can help others. ഓക്കെ, ദാറ്റ്സ് ഗുഡ്. Then if I have money, I can buy whatever I want, like buy car, can buy new homes, ഓക്കെ. house. House ആണോ home ആണോ വരുന്നത്? ഹൗസ് എന്ന് പറയുമ്പം വീട്, പക്ഷെ ആൾക്കാരെല്ലാം ഉണ്ടാകുമ്പം അത് ഹോം ആകും. ഓക്കെ. Okay. ഹൗസ് എന്ന് Then പറയുമ്പോൾ ജസ്റ്റ് ഒരു വീട് മേടിക്കുക. ഹോം ആകുന്നത് നമ്മളെ മനുഷ്യരെല്ലാരും കൂടെ അവിടെ താമസിച്ചൊരു ഹാപ്പി മൂഡ് ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് അതൊരു ഇറ്റ്സ് എ ഹോം. ആ, യു okay. ക്യാൻ ബൈ എ ഹൗസ്. ആ, Okay. Then I can travel around the world. സോ ഹാവ് യു എവർ ട്രാവൽഡ് ടു എനി പ്ലേസസ് വിത്ത് ദ സാലറി ദാറ്റ് യു ഹാവ് ഗോട്ട് ഫ്രം യുവർ ജോബ്? Yeah, last time I go to Munnar, and I am planning this vacation to go somewhere. Any spots? Have you planned any particular Yeah, spot?
I plan with my one friend. He also coming on that for us same time vacation. So we are Oh, planning to go Goa. yes. It's a nice place to Last visit. time, Uh, yeah, mm, last time I go in Goa with my friends when I'm studying BTech. okay. Okay, So, then this time also I'm planning. and how many days trip was that uh, in the previous time when you visited Goa? How many days trip it was? Yeah, it was about 4 days. 4 days trip. 4 days. Yeah. And yes. Then talk something more about money. Is Okay. money and respect connected? Money and respect, are they connected? Yeah. If yeah, I in my case I got more respect after get this job from my Okay. friends, family. Hmm. So I can feel this difference. Hmm. Then I am planning to go with my family also. One small trip. Okay, great. Yeah. If you have money, we get respect automatically. Hmm. Yeah, money is a very powerful weapon also. That's right. And is money and love connected? Love and money. Yeah, sometimes. How? How I don't know. If we Yeah, have money, there will be people to support us, isn't it? yeah, sure. അങ്ങനെയൊക്കെ പറയണം. Okay. Okay, great. Anything else about money? With Okay, money, nothing. what were the things that you bought? I bought one watch Hmm. around 10,000 rupees. Uh-huh. Okay. Then I buy one washing machine to my mom. Oh, for your mother. And yeah, mother. Hmm. And I buy one PC computer to my brother. Hmm. And I give some money to my father. Hmm. Great. It's a great achievement, right? I, And also, I can look after my parents if I have money. That you already mentioned. yeah. Hmm. Then anything else? You can talk about the Nothing. Goa trip that you had with your friends. 4 days Yeah, trip. Ah, do last you remember time, anything about the trip? Do you remember yes, anything? yes, Ah, yes, yes, yes. okay. Last time we planned to go for Goa, Go but to Goa. Hmm. from our staff side, we didn't get any support. Hmm. They didn't support our trip, and they didn't give approval. Hmm. So, so we buy like what we go without permission. With your friends, right? Like, yeah, with college friends or Ah, department. okay. Then that makes so many dramas in my Hmm? college. So many Yeah, they problems. staffs. Ah, Yeah, problems. hmm. They call for PTA meeting, etc. Okay. And we go without any staffs, only students. Students trip. And was that your family, whether your family was aware about the trip? Your Yeah, family but my yeah, Hmm. support. They don't make problems. Go safe and come back. Okay. Since you are boys, you can go without your teachers.
and with your Ah, friends. yes. Yes. And We go only one one trip only with my boys. okay. And did you sought the help of any traveling agencies for that trip, or you did it Ah, with your? yeah, I remember last time we didn't get enough money to come back, Huh. and we give two iPhones to them and say after we reach there we will pay balance amount. Okay. Uh, So you because went Goa two three guys 2, 3 nights. two Yes. three no 2 3 guys didn't come with us, so Hmm. uh, some financial problem we face some financial problem. Okay. And so without agency, you went Goa, isn't it? Yeah, yeah, yeah. Ah. And have you explored Goa fully within that 4 days? In that 4 days? No, 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 actually no, because when we are going time there was some holidays or weekends, so full Hmm. of crowd and too much expensive that time. Mm, 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 mm. And So you that's why. explored And now which area you explored, North or South Goa? I don't know correct place. One Baga beach, Baga Beach. Okay, great, great. And then one fort, one fort something, hmm? one fort. There have one fort. I don't Agoda remember Fort, this name. Agoda Fort, something like that, Yeah, something like that. Yes. where Anandam movie sh was shot. Alle? The movie Anandam was shot in Ah, that particular court, Agoda Fort. Anandam. you also go there? Yes, I've been to Goa. ഞാൻ ഗോവയിൽ പോയിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഒരു പ്ലേസിൽ പോയിട്ടുണ്ടെന്ന് പറയാനായിട്ട് ഐ ഹാവ് ബീൻ. ഓക്കെ, Okay. ഐ ഹാവ് ബീൻ ടു ഗോവ എന്ന് വെച്ചാൽ ഞാൻ ഗോവയിൽ പോയിട്ടുണ്ട്. നമ്മൾ പോയിട്ട് തിരിച്ചു വന്നല്ലോ. അപ്പോ ആ, Okay. അങ്ങനെ നമ്മൾ പോയിട്ട് തിരിച്ചു വരുന്ന സ്ഥലങ്ങളെ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഐ ഹാവ് ബീൻ ടു ഗോവ അല്ലെങ്കിൽ ഐ ഹാവ് ബീൻ ടു ഏതെങ്കിലും പ്ലേസ് എന്ന് പറയാം. ഓക്കെ. Okay. യെസ്. ദെൻ വാട്ട് എൽസ്? ഇന്ന് നമ്മൾ എന്തൊക്കെയാ നോക്കിയത്? 4 more minutes left. And also you can talk about the nightlife in Goa. Actually, I didn't remember anything in night. Ah, so that's why you're planning a Goa trip again with your best friend, Yeah, right? yeah, Ah, yeah, yeah. Sure. okay, great, great. Yeah, that's it. Then anything else? How was today's session? What did we learn today? Today, learn whom and whose. ആ, ഹും ആൻഡ് ഹൂസ്. ഈ ഒരു ടേബിള് നല്ലപോലെ ഒന്ന് നോക്കിയിട്ട് വരുമോ നാളെ? കുറച്ചും കൂടെ എക്സാമ്പിൾസ് ഇടുവോ? Ah, okay, okay. ഇടാ. ആ, അതല്ലെങ്കിൽ മറന്നു പോകും. അപ്ലൈ ചെയ്യാൻ Okay, പഠിക്കണം. okay. ആ, ആൻഡ് Okay, okay. ഐ തിങ്ക് ദിസ് ഇസ് യുവർ 7th or 8th day, റൈറ്റ്? ആഫ്റ്റർ ജോയിനിങ് ദിസ് ജെ ജെ സക്സസ് മന്ത്ര, അല്ലെ? 7 ദിവസം Yes. 7-8 ദിവസം Yes. കഴിഞ്ഞു. ആൻഡ് ഹൗ ഞാൻ നോ. ഹൗ ഇസ് യുവർ എക്സ്പീരിയൻസ് സോ ഫാർ? Do you think any kind of improvement in your speaking or any other language skills, anything related to? കോൺഫിഡൻസ് ആയ പോലെ തോന്നുന്നുണ്ട്. Mm. പിന്നെ From my side, anything else? ഇംപ്രൂവ്. എന്റെ ഭാഗത്തുനിന്ന് കുറച്ചും കൂടി എന്തിലെങ്കിലും കൂടുതൽ എഫേർട്ട് തരേണ്ടി വരുന്നതുമായിട്ട് any suggestions you want to give me regarding the classes? കുറച്ചും കൂടി ഇല്ല, എനിക്ക് അല്ല, ഓക്കെയാണ്. ആ ഫെബിന്റെ വർക്ക് ചെയ്താൽ മതിയല്ലേ? ഓക്കെ. The thing is that I can't pressurize you because ജോബും കൂടെ ആയതുകൊണ്ട് എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. But you have to manage അതെ. somehow. Okay. ഞാൻ Uh, ഇന്നലെ ഇപ്പം 2 ദിവസം ക്ലാസ്സിലായിരുന്നല്ലോ, അപ്പം ആ ഒന്ന് വർക്ക്ഔട്ട് ചെയ്യാൻ നോക്കി, എന്നാലും പക്ഷെ
ടൈം ഒട്ടും കിട്ടുന്നില്ലായിരുന്നു. പിന്നെ ഇടയ്ക്ക് കിട്ടുന്ന ടൈമൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ആ ഇടയ്ക്ക് ഞാനും കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാക്കി ഇടയ്ക്ക് ചോദിക്കാം. ആ ഓക്കെ, ഓക്കെ. സോ വി ഹാവ് 1 more minute ലെഫ്റ്റ്. ഇനി എന്താ, നെറ്റ്വർക്ക് ഇഷ്യൂസ് ഇപ്പൊ കുഴപ്പമില്ലല്ലോ അല്ലേ? നൗ ഐ തിങ്ക് ദർ ആർ നോ ആ ഇപ്പൊ നെറ്റ്വർക്ക്. ഇല്ല. ആ ഇല്ല, ഇപ്പം കുഴപ്പമില്ല. സോ ഡിഡ് യു ഹാവ് കാരണം യുവർ എന്റെ ഡിന്നർ? കൂടെ ഒരു പുള്ളി ഉണ്ടായിരുന്നെ. ആണോ? ഹലോ, കേക്കാമോ? ആ കേക്കാം ആ കേക്കാം. പുള്ളിയുടെ റൂട്ടർ ഇപ്പൊ എന്റെ റൂമിന്റെ മുകളിൽ കൊണ്ട് വെച്ചു. അതുകൊണ്ട് ഇപ്പം കുഴപ്പമില്ല. ആ ഓക്കെ. സോ ഡിഡ് യു നോ ഹാവ് യുവർ ഡിന്നർ? നോ നോ, ആഫ്റ്റർ വൈ? ദിസ് ക്ലാസ് ഐ നീഡ് ടു. ആഫ്റ്റർ ദിസ് Here ക്ലാസ്? only 7:30. That's ആ ഓക്കെ. You can sit back, relax, and enjoy your dinner, right? okay. Thank you. ആ അപ്പോ ഇനി 1 മിനിറ്റ് കൂടെ ഉണ്ട്. ഡു യു ഹാവ് എനിത്തിങ് ടു ആഡ് ഓൺ? ഒന്നും പറയാനില്ലല്ലോ അല്ലേ? ഇല്ല ഇല്ല. ഓക്കെ. അപ്പൊ ഞാൻ ഇതെന്തായാലും നാളെ കാണാം. സ്ക്രീൻഷോട്ട് അയച്ചേക്കാം. ഓക്കെ. ആ ഓക്കെ ഓക്കെ. താങ്ക് യു. ഓക്കെ, താങ്ക് യു സോ മച്ച്. യു ക്യാൻ ലീവ് ദ ക്ലാസ്.